2013 മാർച്ച് 13 ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായി അർജന്റീനയിലെ ബ്യൂണസ് ഐറിസ് അതിരൂപതയുടെ ആർച്ച് ബിഷപ്പായിരുന്ന കർദിനാൾ ജോർജ് മാരിയോ ബെർഗോളിയോ പത്രോസിന്റെ പരമോന്നത സിംഹാസനത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. 1936 ഡിസംബർ മാസം 17 അർജന്റീനയുടെ തലസ്ഥാനമായ ബ്യൂണസ് ഐറിസിലാണ് ജോർജ് മാരിയോ ബെർഗോളിയോ ജനിച്ചത്. അദ്ദേഹത്തിന്റെ പിതാവ് മാരിയോ ഹൊസെ റെയിൽവേയിൽ അക്കൗണ്ടന്റും മാതാവ് റിജീന സിവോരി വീട്ടമ്മയുമായിരുന്നു. ഇറ്റലിയിൽ നിന്നും അർജന്റീനയിലേക്ക് കുടിയേറിയവരായിരുന്നു ഫ്രാൻസിസ് പാപ്പയുടെ മാതാപിതാക്കൾ. 4 സഹോദരങ്ങളും മാതാപിതാക്കളും അടങ്ങുന്ന കുടുംബമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. രസതന്ത്രത്തിൽ ബിരുദം കരസ്ഥമാക്കിയ ജോർജ് മാരിയോ 1958 മാർച്ച് 11 ജെസ്യൂട്ട് സന്യാസ സഭയിൽ ചേർന്ന് വൈദികനാകുവാനുള്ള തന്റെ പഠനം ആരംഭിച്ചു. 1969 ഡിസംബർ 13 ആർച്ച് ബിഷപ്പ് റെമോൻ ജോസ് കാസ്റ്റിലാനോയുടെ കരങ്ങളിൽ നിന്നുമാണ് ജോർജ് മാരിയോ ബെർഗോളിയോ തിരുപ്പട്ടം സ്വീകരിച്ചത്. 1973 ജൂലൈ 31 അർജന്റീനയിലെ ജെസ്യൂട്ട് സന്യാസ സമൂഹത്തിന്റെ പ്രൊവിൻഷ്യാളായി ജോർജ് ബെർഗോളിയോ തിരഞ്ഞെടുക്കപ്പെട്ടു. സാൻ മിക്വേലിലെ സാൻ ജോസ് കോളേജിന്റെ റെക്ടറായി പലവട്ടം തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം പ്രദേശത്തു തന്നെയുള്ള ദേവാലയത്തിലെ വൈദികനുമായിരുന്നു. ബ്യൂണസ് ഐറിസ് ആർച്ച് ബിഷപ്പായിരുന്ന അന്റോണിയോ കൊറാസീനയുടെ അഭ്യർത്ഥന പ്രകാരം ജോർജ് ബെർഗോളിയെ ബിഷപ്പാക്കുവാൻ തീരുമാനിച്ചത് വിശുദ്ധ ജോൺ പോൾ II പാപ്പയാണ്. 1992 മെയ് 20 ഫാദർ ജോർജ് ബെർഗോളിയെ ബിഷപ്പാക്കുന്നതിനുള്ള ഉത്തരവ് സഭ പുറപ്പെടുവിച്ചു. മെയ് 27 ബിഷപ്പായി അഭിഷിക്തനായ അദ്ദേഹത്തിന് ബ്യൂണസ് ഐറിസിന്റെ സഹായമെത്രാൻ, ഔക്കാരൂപതയുടെ മെത്രാൻ എന്നീ ചുമതലകളാണ് ലഭിച്ചത്. 1997 ജൂൺ 3 ജോർജ് ബെർഗോളി സഹായ ആർച്ച് ബിഷപ്പായി തിരഞ്ഞെടുക്കപ്പെട്ടു. 9 മാസങ്ങൾക്ക് ശേഷം തന്റെ മുൻഗാമിയായിരുന്ന കർദിനാൾ അന്റോണിയോ കൊറാസീനോ കാലം ചെയ്തതിനെ തുടർന്ന് ബ്യൂണസ് ഐറിസിന്റെ ആർച്ച് ബിഷപ്പായി ജോർജ് ബെർഗോളി തിരഞ്ഞെടുക്കപ്പെട്ടു. നഗരത്തിൽ ഒരു അപ്പാർട്ട്മെന്റ് വാടകയ്ക്ക് എടുത്ത ശേഷം തനിയെ ഭക്ഷണം പാകം ചെയ്താണ് ബ്യൂണസ് ഐറിസ് ആർച്ച് ബിഷപ്പ് ആയിരുന്നപ്പോൾ ജോർജ് ബെർഗോളി ജീവിച്ചിരുന്നത്. ഞാൻ നയിക്കുന്ന ജനങ്ങൾ പാവപ്പെട്ടവരാണ്. ആയതിനാൽ അവരുടെ അവസ്ഥയെ മനസ്സിലാക്കിക്കൊണ്ട് അവരെ നയിക്കുവാൻ ഞാനും അവരിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ടതുണ്ട്. ഇതാണ് തന്റെ എളിമയെ സൂചിപ്പിക്കുന്നതിനായി ബ്യൂണസ് ഐറിസ് ആർച്ച് ബിഷപ്പ് പറഞ്ഞ വാക്കുകൾ. 2001 ഫെബ്രുവരി 21 വിശുദ്ധ ജോൺ പോൾ II പാപ്പ തന്നെയാണ് കർദിനാൾ പദവിയിലേക്ക് ജോർജ് ബെർഗോളിയെ ഉയർത്തിയത്. കർദിനാളായി തന്നെ വാഴിക്കുന്ന ചടങ്ങുകൾക്ക് സാക്ഷികളാകുവാൻ, വിശ്വാസികൾ റോമിലേക്ക് വരുവാൻ ചെലവഴിക്കുന്ന തുക പാവങ്ങൾക്ക് നൽകുവാൻ ആഹ്വാനം ചെയ്ത അദ്ദേഹം ഉത്തമ ഇടയന്റെ നല്ല മാതൃക തന്റെ അജഗണത്തിന് ഉപദേശിച്ചു നൽകി. പാപ്പയെക്കുറിച്ച് നാം അറിഞ്ഞിരിക്കേണ്ട, അറിയാതെ പോയ പല കാര്യങ്ങളുമുണ്ട്. ചരിത്രത്തിൽ ആദ്യമായി ഫ്രാൻസിസ് അസീസിയുടെ പേര് സ്വീകരിച്ച പാപ്പ. പേരുകൊണ്ട് മാത്രമല്ല, കാഴ്ചയിൽ, രൂപത്തിൽ, പ്രവൃത്തിയിൽ ഫ്രാൻസിസ് അസീസിയുടെ ലാളിത്യം ഉൾക്കൊണ്ട പാപ്പ. യൂറോപ്പിന് പുറത്തുനിന്ന് കഴിഞ്ഞ 1000 വർഷങ്ങൾക്കിടയിൽ ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള ആദ്യത്തെ പാപ്പ. ഒറ്റ ശ്വാസകോശം കൊണ്ട് ജീവിക്കുന്ന പാപ്പ. പാപ്പയുടെ അവകാശമായ വത്തിക്കാൻ കൊട്ടാരം വേണ്ടെന്ന് വെച്ച് കർദിനാൾ എന്ന നിലയ്ക്ക് കോൺക്ലേവിന്റെ സമയത്ത് താമസിച്ച അതേ അപ്പാർട്ട്മെന്റ് തുടർ താമസത്തിനായി തിരഞ്ഞെടുത്തയാൾ. പാപ്പയ്ക്കായി തയ്യാറാക്കപ്പെട്ട ചുവന്ന ഷൂസും സ്വർണ്ണക്കുരിശും വേണ്ടെന്ന് വെച്ച് താൻ ധരിച്ചിരുന്ന വെള്ളിക്കുരിശും കറുത്ത ഷൂസും തുടർന്നും അണിഞ്ഞുകൊള്ളാമെന്ന് തീരുമാനമെടുത്ത വ്യക്തി. പാപം എന്നത് ദൈവത്തിലുള്ള അവിശ്വാസം എന്നതിനേക്കാൾ സ്വന്തം മനസാക്ഷിയുടെ കടമകൾ നിർവഹിക്കാതിരിക്കുന്നതിലാണ് എന്ന് അദ്ദേഹം വിശ്വസിച്ചു. അത് പ്രഖ്യാപിച്ചു. എല്ലാവരെയും ചൂഴ്ന്നു നിൽക്കുന്ന ദൈവകരുണയിൽ വിശ്വസിച്ച വ്യക്തി. സ്ത്രീ പൗരോഹിത്യത്തെ പാപ്പ അനുകൂലിച്ചിരുന്നില്ല. മറ്റെല്ലാ സ്ഥാനങ്ങളിലും സ്ത്രീ പുരുഷ സമത്വം കൊണ്ടുവരാൻ ശ്രമിക്കുകയും വത്തിക്കാനിൽ ഒരിക്കലും ഉണ്ടാകാത്ത തരത്തിൽ സ്ത്രീകൾക്ക് ഭരണ ചുമതലകൾ നൽകുകയും ചെയ്ത വ്യക്തി. വത്തിക്കാൻ ഡിക്കസ്റ്ററുടെ തലപ്പത്ത് തന്നെ സ്ത്രീകളെ നിയമിച്ചത് വലിയ വിപ്ലവമായിരുന്നു. ഏതാണ്ട് 1865ഓളം സ്ത്രീകൾ വത്തിക്കാനിൽ ജോലിക്കുണ്ടാവും. ആഡംബരങ്ങളൊന്നുമില്ലാതെ ഒറ്റയ്ക്ക് പുറത്തു പോകുവാനും ആളുകളെ അവരുടെ ഭവനങ്ങളിൽ ചെന്ന് കണ്ട് സഹായിക്കുവാനും മനസ്സ് കാട്ടിയ വ്യക്തി. തീർന്നില്ല പാപ്പയുടെ വിശേഷങ്ങൾ. 2001 12 എയ്ഡ്സ് രോഗികളുടെ പാദങ്ങൾ കഴുകിയ വ്യക്തി. സ്പാനിഷ്, ഇറ്റാലിയൻ, ജർമ്മൻ തുടങ്ങി 3 ഭാഷകളിൽ പ്രാവീണ്യമുള്ള ഈശോ സഭക്കാരനായ പോപ്പ്. ദൈവത്തിന്റെ കരുണ ദൗർബല്യമല്ലെന്നും അവിടുത്തെ ശക്തിയാണെന്നും തിരിച്ചറിഞ്ഞ പാപ്പ. ജോൺ പോൾ II പാപ്പയെപ്പോലെ യാത്രകൾക്കും സാധാരണക്കാരായ ജനങ്ങളുമായി അടുത്തിടപഴകാനും താല്പര്യപ്പെടുന്ന ഫ്രാൻസിസ് പാപ്പ ലോകത്തെ ഏറ്റവും സ്വാധീനമുള്ള 100 പേരിൽ 4ാം സ്ഥാനത്തുണ്ട്. എളിമ, ലാളിത്യം എന്നീ വാക്കുകൾ കാലപ്പഴക്കം ചെന്നവയല്ലെന്ന് ഫ്രാൻസിസ് പാപ്പ തന്റെ ജീവിത മാതൃകയിലൂടെ തന്നെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്.